നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു NLP ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ചാറ്റ് ബോട്ട് എങ്ങനെയാണ് അതിന്റെ വർക്ക് ചെയ്യുന്നത്, അതിന്റെ ബാക്ക് എൻഡിൽ ആ ചാറ്റ് ബോട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടാണ് നമുക്ക് ആ ചാറ്റ് ബോട്ടിൽ റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് TF IDF വെക്ടേഴ്സും അതേപോലെ തന്നെ കൊസൈൻ സിമിലാരിറ്റീസും. അപ്പൊ ഈ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാറ്റ് ബോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഡാറ്റ സെറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഒരു സിമ്പിൾ ചാറ്റ് ബോട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഡാറ്റ സെറ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കീയും വാല്യൂസും, അതായത് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസും അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസും, അത് ചാറ്റ് ബോട്ട് തിരിച്ചു തരുന്ന റെസ്പോൺസും. അപ്പൊ ഈ ഒരു ഡീറ്റെയിൽ ആണ് നമുക്ക് എന്ത് വരുന്നത്, ഡാറ്റ സെറ്റിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇത് ക്വസ്റ്റ്യനും ഇത് എന്താണ് നമ്മുടെ റെസ്പോണ്ടും, അത് ചാറ്റ് ബോട്ട് നമുക്ക് ഇങ്ങോട്ട് ഔട്ട്പുട്ട് ആയിട്ട് തരുന്ന റെസ്പോണ്ടും. ഇത്ര ഡീറ്റെയിൽ ആണ് നമുക്ക് ഡാറ്റ സെറ്റിന്റെ അകത്ത് വരുന്നത്. ഇതിനടുത്ത് എന്താണ്, നമുക്ക് ഇവിടെ വെക്ടർ TF-IDF വെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, TF-IDF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ടേം ഫ്രീക്വൻസി ഇൻവേർട്ട് ഡോക്യുമെന്റ് ഫ്രീക്വൻസി. ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഇപ്പൊ ടേം ഫ്രീക്വൻസി TF-ഉം IDF-ഉം. TF എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ സെന്റൻസിന്റെ അകത്ത് ഓരോ വേർഡ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളൂ, ആ ടേമിന്റെ ഫ്രീക്വൻസി, ആ ടേം എത്ര മാത്രം അവിടെ റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ടോ എന്നുള്ള നമ്മൾ ഇതിൽ നോക്കുക, TF-ന്റെ അകത്ത് നോക്കാം, ചെക്ക് ചെയ്യുന്നത്. ഇനി IDF-ന്റെ അകത്ത് എന്താ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഓവറോൾ സെന്റൻസിന്റെ അകത്ത്, അതായത് എല്ലാവരും നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ആ ഫുൾ സെന്റൻസിന്റെ അകത്ത് ആ വേർഡ് എത്രമാത്രം റെയർ ആണ് എന്നുള്ളത് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പൊ ഇത്രയാണ് TF-IDF-ന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വെക്ടേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തു. പിന്നെന്താണ് അടുത്ത ലൈന്, TF-IDF മെട്രിക്സ്. മെട്രിക്സ് തന്നെ ഒരു ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ഫിറ്റ് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലൈനിൽ ലിസ്റ്റ്, ഡാറ്റ സെറ്റിന്റെ അകത്ത് കീസ് മാത്രമായിട്ട് ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ വേരിയബിൾ സേവ് ചെയ്തു. ഇതിനടുത്ത് TF-IDF മെട്രിക്സിന്റെ അകത്ത് എന്താണ്, വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫോം, ആ ട്രെയിൻ ചെയ്യാണ്, നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ ട്രെയിൻ ചെയ്ത് ഒരു ന്യൂമറിക്കൽ വാല്യൂസ് ആക്കിയിട്ട് സേവ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അടുത്ത എന്താണ്, ഗെറ്റ് റെസ്പോൺസ്. അതൊരു ഫംഗ്ഷനാണ്. അതായത് നമ്മൾ യൂസർ ഒരു ഇൻപുട്ട് ചാറ്റ് ബോട്ടിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ചാറ്റ് ബോട്ട് ആ ക്വസ്റ്റ്യൻ ഒരു ഫംഗ്ഷനിൽ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന, റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്, ഫസ്റ്റ് എന്ത് ചെയ്യും, ആ യൂസറിനെ യൂസർ ഇൻപുട്ട് നമ്മൾ ആ ന്യൂമറിക്കൽ വാല്യൂസ് കൺവേർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്, വെക്ടർ ഡോട്ട് ട്രാൻസ്ഫോം എന്നുള്ളത്. പിന്നെ അടുത്ത എന്താണ് അതിൻ്റെ അകത്ത് നെക്സ്റ്റ് ലൈൻ എന്താണ്, സിമിലാരിറ്റി. ഇപ്പോൾ സിമിലാരിറ്റി നേരത്തെ ഞാൻ പറഞ്ഞു ഇമ്പോർട്ട് ചെയ്യുന്നത് കൊസൈൻ സിമിലാരിറ്റി. ഇപ്പൊ ഈ ഒരു കൊസൈൻ സിമിലാരിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചാറ്റ് ബോട്ടിൽ ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതും ചാറ്റ് ബോട്ട് നമ്മൾ കൊടുത്ത ഡാറ്റ സെറ്റിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് തമ്മിൽ ചെക്ക് ചെയ്യുന്നത്, സിമിലാരിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഈ കൊസൈൻ സിമിലാരിറ്റീസിന്റെ അകത്ത് വരിക. അപ്പൊ കൊസൈൻ സിമിലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, എന്താ അവിടെ മെഷർ സിമിലാരിറ്റി ഓഫ് ടു വെക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ രണ്ട് വെക്ടേഴ്സ് ഉണ്ടാവും, അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വെക്ടറും അതേപോലെ ഡാറ്റ സെറ്റിന്റെ അകത്തുള്ള ഒരു വെക്ടറും, അത് തമ്മിലുള്ള സിമിലാരിറ്റിന്റെ മെഷർമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന് മെഷർമെന്റ് വാല്യൂസ് വരുന്നുണ്ട്. വാല്യൂസ് വരുന്നത് -1 to 1, അതായത് -1 മുതൽ 1 പ്ലസ് +1 വരെയാണ് നമ്മൾ എന്ത് വരാം, ഇതിന്റെ വാല്യൂസ് വരിക. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐഡന്റിക്കൽ വെക്ടേഴ്സ് ആണ്, രണ്ടും സെയിം വെക്ടേഴ്സ് ആണ്. -1 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ അത്രയാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. പിന്നെ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോള്, അപ്പൊ അത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. ആ സെയിം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വേർഡ് ആണെങ്കിലും സ്മോൾ ലാർജ്, അപ്പൊ അതെന്താണ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള. പക്ഷെ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേർഡാണ്. അപ്പോൾ സ്മോളും പൈത്തൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അപ്പൊ രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ലേ. അപ്പൊ അത്രയാണ് ഈ 0, 1, -1, ഈ 3 വാല്യൂസ് ആണ് വരിക. 3 വാല്യൂസ് മീൻസ് 0ന്റെ അകത്ത് എന്താണ് 0.7 വരും, 0.6 വരും, ആ റേഞ്ച് -1 to 1, ഈ ഒരു റേഞ്ചിന്റെ അകത്താണ് നമുക്ക് കൊസൈൻ സിമിലാരിറ്റീസിന്റെ വാല്യൂസ് വരിക. അപ്പോൾ നമ്മൾ കൊസൈൻ സിമിലാരിറ്റീസ് അവിടെ കിട്ടി. കൊസൈൻ സിമിലാരിറ്റീസ് കിട്ടിയിട്ട് നമ്മൾ അതിന്റെ മാക്സ്, അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എടുക്കാൻ വേണ്ടി, അതായത് ബെസ്റ്റ് മാച്ച് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ കൊടുക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ റിട്ടേൺ ചെയ്തു, ആ ക്വസ്റ്റ്യന്റെ ഇൻഡെക്സ് അവർ റിട്ടേൺ ചെയ്തു. നമുക്ക് ഏതാണോ കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് ഇൻഡെക്സ്. അപ്പോൾ അത്രേ വരുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻ അവിടെ ഡാറ്റ സെറ്റ് ഐഡന്റിഫൈ ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ച ആൻസർ റിട്ടേൺ ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മൾ ആ ഒരു ഫംഗ്ഷന്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം അതിന്റെ ഫ്ലോ. നമുക്ക് എന്താണ് കൺവേർട്ട്, നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്തതിന് TF-IDF വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ കൊസൈൻ സിമിലാരിറ്റീസ്, ആ വെക്ടറിന്റെ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള കൊസൈൻ സിമിലാരിറ്റീസ് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ എന്താണ് അതിന്റെ ഏറ്റവും മാച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡാറ്റ സെറ്റിന്റെ അകത്ത് ഐഡന്റിഫൈ ചെയ്യും, ഫൈൻഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആൻസേഴ്സ് എന്ത് ചെയ്യും അവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും, റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പൊ അത്രയാണ് ഇതിന്റെ ഫംഗ്ഷന്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ ഒന്നുമില്ല, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഒരു പോർഷനാണ് ലാസ്റ്റ് വരുന്നത്. അപ്പൊ എന്താണ് വയൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വയൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസർ ഇൻപുട്ട് എടുക്കുന്നുണ്ട്. യൂസറിന്റെ ഇൻപുട്ട് എടുത്തിട്ട് ഫസ്റ്റ് എന്ത് ചെക്ക് ചെയ്തു, നമ്മൾ ഇൻപുട്ട് ചെയ്ത് ബൈ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ചാറ്റ് ബോട്ട് അവിടെ സ്റ്റോപ്പ് ആവണം, അതായത് എക്സിറ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് അവിടെ കൊടുത്തതാണത്. യൂസർ ഇൻപുട്ട് ബൈ എന്നാണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പ് എന്താ അവിടെ ബ്രേക്ക് ആവും, അവിടെ ഇത് സ്റ്റോപ്പ് ആവും, ചാറ്റ് ബോട്ട് അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷൻ ബൈ എന്നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഗെറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യും. ഈ ഒരു ഗെറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് യൂസർ ഇൻപുട്ട് കൊടുക്കും. ബാക്കി നേരത്തെ പറഞ്ഞ ഫ്ലോ ഏതാ TF-IDF കൺവേർട്ട് ചെയ്യും, കൊസൈൻ സിമിലാരിറ്റി നോക്കും, ഏറ്റവും മാച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യും, റിട്ടേൺ കറസ്പോണ്ടിങ് ആ ഒരു പ്രീ ഡിഫൈൻഡ് ആൻസേഴ്സ് റിട്ടേൺ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യമാണ് എന്ത് വരുന്നത്, നമ്മളൊരു ബേസിക് ചാറ്റ് ബോട്ടിനകത്ത്. ഇത് ജസ്റ്റ് ഒരു ബേസിക് ചാറ്റ് ബോട്ടാണ്. നമ്മൾ യൂസറിനെ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇതിനെ വെക്ടറൈസ് ചെയ്ത് എല്ലാം ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഡാറ്റ സെറ്റ് ആണിത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്തു, അവിടെ റൺ ചെയ്തു. അപ്പൊ ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി, നമുക്ക് അവിടെ ഔട്ട്പുട്ട് എന്ത് വന്നു, ചാറ്റ് ബോട്ട് ഹലോ ടൈപ്പ് ആയിട്ട് എക്സിറ്റ്. അപ്പോൾ നമ്മൾ രണ്ടുപേര് ചാറ്റ് ബോട്ടും യൂസറും തമ്മിലല്ലേ ചാറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹൗ ആർ യു എന്ന് കൊടുത്തു. അപ്പൊ എന്ത് വന്നു, ഐ ആം ഡൂയിങ് ഗ്രേറ്റ്, താങ്ക്സ് ഫോർ അസ്, ആ ഒരു ഇത് വന്നു. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞപ്പോൾ ഐ ക്യാൻ ചാറ്റ് വിത്ത് യു ആൻഡ് ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, അതായത് എന്തൊക്കെ ചാറ്റ് ബോട്ടിന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ ആ ഒരു ക്യാൻ യു ഹെൽപ്പ് മീ എന്നുള്ള നമ്മളിവിടെ എന്തിൽ കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ ആ ഒരു നമ്മൾ കൊടുത്ത ഇൻപുട്ടിന്റെ സിമിലാരിറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏതായിട്ട് സിമിലർ ആയി, ഐ ക്യാൻ ചാറ്റ് വിത്ത് യു, വാട്ട് ക്യാൻ യു ഡു എന്ന് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കൊടുത്ത ക്യാൻ യു ഹെൽപ്പ് മീ എന്നുള്ള ക്വസ്റ്റ്യൻ സിമിലാരിറ്റി അവിടെ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്ത് നമുക്ക് എന്ത് തോന്നുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്തു തോന്നുന്നു, നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് തോന്നുന്നു. അപ്പൊ എന്താ നമ്മുടെ ചാറ്റ് ബോട്ട് ഓക്കെയാണ്, വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇതൊരു ബേസിക് ചാറ്റ് ബോട്ടാണ്. ഈ ബേസിക് ചാറ്റ് ബോട്ട് നമ്മുടെ യൂസർ ഡിഫൈൻ ചെയ്ത ഡാറ്റ സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുക. ഡാറ്റ സെറ്റിന്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്.